പല ആൾക്കാരുടെയും ഒത്തിരി ട്രാവൽ ബ്ലോഗുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങളും പോയി പിടിച്ചിട്ടുണ്ട്. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, UK, പല സ്ഥലങ്ങളും പോയി ആൾക്കാർ പിടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോകളെല്ലാം കണ്ടെങ്കിലും അവിടെയെല്ലാം മനുഷ്യർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. അതായത് മഞ്ഞിനോടും മഴയോടും ചൂടിനോടും തണുപ്പിനോടും എല്ലാം അമിതമായി യുദ്ധം ചെയ്താണ് അവിടെയുള്ള എല്ലാ മനുഷ്യരും കഴിയുന്നത്. എന്നാൽ ഇതൊന്നും വേണ്ടാത്ത അതിമനോഹരമായ ഒരു സ്ഥലമല്ലേ നമ്മുടെ കേരളം. ഇവിടെ അമിതമായ ചൂടില്ല, അമിതമായ തണുപ്പില്ല, പിന്നെ വല്ല കാലത്തും ഇച്ചിരി മഴ പെയ്യുന്നു. മഴ ഒരു കുളിരല്ലേ, ഒരു സുഖമല്ലേ. പിന്നെ പ്രളയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരുന്നാൽ മതി. അതൊക്കെ വളരെ അപൂർവമായിട്ട് 100-100 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന വളരെ അപൂർവമായ കാര്യങ്ങളാണ്. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്, നമ്മുടെ ആൾക്കാരുടെ തെറ്റായ പ്രവൃത്തി കൊണ്ടും നമ്മൾ പ്രകൃതി അമിതമായിട്ട് ചൂഷണം ചെയ്ത് JCB അതും ഇതും എല്ലാം വെച്ച് മലയെല്ലാം ഇടിച്ച് തകർത്ത് എല്ലാം നശിപ്പിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാഞ്ഞിരപ്പള്ളി മുതൽ കുട്ടിക്കാനം വരെയുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നു. കംപ്ലീറ്റ് ഹരിതമാണ്, നല്ല ഓക്സിജൻ, പുകയില്ല, പൊല്യൂഷൻസ് ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ കെട്ടിടങ്ങളുണ്ടെന്നുള്ളതല്ലാതെ അതും പെയിൻ്റ് അടിക്കാതെ നശിച്ച് പൂശി കിടക്കുന്ന കെട്ടിടങ്ങൾ, ഒരു മനുഷ്യൻ പോലും ഇല്ല. നമ്മുടെ നിരത്തുകൾ അങ്ങനെ നോക്കുമ്പോൾ എത്ര സജീവമാണ്, എന്തുമാത്രം വണ്ടികളുണ്ട്, എന്തുമാത്രം ജനങ്ങളുണ്ട്, എല്ലാം കൊണ്ടും എത്ര മനോഹരമാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ കേരളം. ഈ കേരളത്തെ വിട്ടിട്ടാണ് എല്ലാവരും വേറെ രാജ്യത്ത് പോയി മഞ്ഞ് നീക്കം ചെയ്തും അവിടെ കിടന്ന് ചൂടടിച്ചും പിന്നെ മണലാരണ്യത്തിലും വെയിലത്തും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. എത്ര സുഖമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ 4 കോടി ജനങ്ങൾക്കും ജീവിക്കാനുള്ള എത്ര പ്രകൃതി, എത്ര നല്ല രീതിയിൽ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന എത്ര മനോഹരമായ ഒരു ഗോഡ്സ് ഓൺ കൺട്രി കേരളം. ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളെടുത്താലും കേരളത്തോടും ഡെവലപ്ഡുള്ള, കേരളത്തോളം മനോഹരമായ, കേരളത്തോടും ഭൂപ്രകൃതി കൊണ്ടും വെള്ളവും വെളിച്ചവും എന്ന് വേണ്ട എല്ലാം സമൃദ്ധമായിട്ടുണ്ടാക്കുന്ന നല്ല വളമുള്ള എന്തെല്ലാം സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു വലിയ ടോറസ് ലോറി നിറച്ച് ചക്ക കയറി പോകുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഈ ചക്ക കയറി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്ര നല്ല ഒരു സാധനമാണ്. യാതൊരു വിഷവുമില്ലാത്ത, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചക്കയാണ്. ചക്ക പഴമായിട്ട് തിന്നാനും ചക്ക പുഴുക്കായിട്ട് തിന്നാനും ഒക്കെ എന്ത് മനോഹരമായ സാധനമാണ്. അതിന് നമുക്ക് വിലയില്ല. അത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഭയങ്കര വിലയാണ്. ലോഡ് കണക്കിന് വലിയ ലോറിയെ കയറ്റി ക്യൂ കിടന്ന് ഓരോ സ്ഥലത്തു നിന്നും വന്ന് ക്യൂ കിടക്കുകയാണ് ചക്ക കയറ്റി വിടാൻ. അതെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വിഷം അടിച്ച മാങ്ങായും വിഷം കുത്തിവെച്ച തണ്ണിമത്തനും അതുമൊക്കെ മേടിച്ച് നമ്മൾ തിന്നും. ഈ ചക്കപ്പഴം എത്ര നല്ല ഉഗ്രൻ, ഈ ഷുഗർ രോഗികൾക്ക് വരെ കഴിക്കാവുന്ന സാധനമാണ് ചക്ക. അപ്പം ശരിക്കും നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ കേരളത്തിൻ്റെ വില ശരിക്കും കേരളീയരായ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പറയും ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ എന്നതാ ഇവിടെ ഇല്ലാത്ത. എത്ര മനോഹരമായ സ്ഥലമാണിത്. ഇവിടെ എന്താണ് ഇല്ലാത്തത്? എന്ത് സാധനം ചുമ്മാ മാന്തി വെച്ചാലും സമൃദ്ധമായി വിളയുന്ന ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഇഷ്ടം പോലെ വെള്ളം, ഇഷ്ടം പോലെ ശുദ്ധവായു, പിന്നെ നല്ല റോഡുകൾ, നല്ല സംസ്കാരമുള്ള 100% സാക്ഷരതയുള്ള വിദ്യാഭ്യാസമുള്ള സ്ഥാനങ്ങൾ. പിന്നെ ചില ആൾക്കാരൊക്കെ ഈയിടെ മയക്കുമരുന്നോ മദ്യമൊക്കെ കഴിച്ചിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് അതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. പണ്ടത്തേതിൽ ഇപ്പോൾ ഇച്ചിരി കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം. എന്നാലും 98% ആൾക്കാരും വളരെ മാന്യമായും വളരെ സംസ്കാരമായും വളരെ സ്നേഹത്തോടെ മതസൗഹാർദ്ദം, അത് പ്രത്യേകം എടുത്ത് പറയണം. കേരളത്തിലെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ നടക്കുന്നത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കാതെ ഞാൻ അവൻ്റെ ഒപ്പം നടക്കുന്നു. വളരെ വിരലെണ്ണാവുന്ന 0.1% ആൾക്കാർക്ക് മാത്രമേ ഈ വർഗീയതയും ഈ പ്രശ്നങ്ങളും ഉള്ളൂ. അവർ ബാക്കി 99.9% ആൾക്കാരുടെയും ജീവിതം നശിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ജനം അത് ഇതൊന്നും നശിപ്പിച്ചിട്ടില്ല. അതിന് മാത്രം വിവരക്കേട് കേരളത്തിലുള്ള ജനങ്ങൾക്കില്ല. ഈ 0.1% വേണ്ടി 99.9% ആൾക്കാരും വിഡ്ഢികളാണെന്ന് ഈ 0.1 ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. അവർക്ക് തെറ്റി. ഞങ്ങൾ വിഡ്ഢികളായിട്ടല്ല, ഞങ്ങളുടെ മതം, ദൈവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലാണ് ഇരിക്കുന്നത്. അത് മറ്റുള്ളവൻ്റെ മേൽ കയറാനുള്ള ഒരു ആയുധമായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മളുടെ കൂടെ ഇരിക്കുന്ന മനുഷ്യനാണ് നമ്മൾ കാണേണ്ടത്.
അപ്പോൾ അങ്ങനെയെല്ലാം കാണുന്ന വളരെ എന്തുകൊണ്ടും വളരെ നല്ലൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ ഏറ്റവും സെൻട്രൽ കേരളയിലുള്ള ഒരു നല്ല സ്ഥലങ്ങളാണ് കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൂടെ ഇന്ന് ഞാൻ യാത്ര പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത്. എത്ര മനോഹരമായിരിക്കും ഇത്. വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഒത്തിരി പേര് എൻ്റെ വീഡിയോ കാണാറുണ്ട്. അവർ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ സന്തോഷവും വളരെ ആഗ്രഹവും അവർക്ക് തോന്നുന്നുണ്ട്. നമുക്കാണ് ഇതിന് വിലയില്ലാത്തത്. അവരുടെ രാജ്യത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. എന്തെങ്കിലും നമുക്കിവിടെ കൂടുതലായിട്ടുണ്ടോ? വേനൽക്കാലം വരുമ്പോൾ ഒരു ചെറിയ ചൂടും ആവിയൊക്കെ ഉണ്ട്, ഒരു ചെറിയ വിലവേശമൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒരു AC വെച്ച് കഴിഞ്ഞാൽ തീരാവുന്നുള്ളൂ. AC ഇല്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ അന്തരീക്ഷം തണുക്കും. അങ്ങനെ തണുത്തിട്ട് നമുക്ക് നല്ല അന്തരീക്ഷം തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓവർ തണുപ്പില്ല, ഓവർ ചൂടില്ല, വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, എല്ലാം കൊണ്ടും നല്ല സൂര്യപ്രകാശമുണ്ട്, വൈറ്റമിൻ ഡിയുടെ ഇൻസഫിഷ്യൻസി ഇല്ല. എങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ദൈവം അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കേരളത്തിൻ്റെ ചില കാഴ്ചകൾ ഞാൻ കാണിക്കുകയാണ്. വിദേശത്തൊക്കെ ചില ആൾക്കാരൊക്കെ പോയി പെട്ടുപോകുന്നതെന്ന് എനിക്കറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ വീട് മേടിക്കാനും കാറ് മേടിക്കാനും ഒക്കെ ലോൺ മേടിക്കും. ലോൺ എടുത്തിട്ട് ആ ലോൺ അടയ്ക്കാൻ പറ്റാതെ പിന്നെ അവിടുന്ന് ഇറങ്ങിപ്പോരാൻ മേലാതെ വരുന്ന ഒത്തിരി ഒത്തിരി ഇതുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല, ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ ഗുണം പറയുകയാണ്. അപ്പം ഈ ഗുണം നമ്മളെല്ലാവരും കാണാതെ പോകരുത്. നമ്മളെ സംസ്ഥാനം നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമുക്ക് വിനോദസഞ്ചാരത്തിന് വളരെയധികം സാധ്യതയുള്ള സ്ഥലമാണ്. നമുക്ക് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് കൂടുതലായിട്ട് വരുത്തണം. നേരത്തെ വന്നുകൊണ്ടിരുന്ന അത്തരം വിനോദസഞ്ചാരികൾ ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതല്ല, ശരിക്കും കേരളം എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ കരിഞ്ഞുണങ്ങി കിടക്കുന്ന യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ മഞ്ഞും വീണ് കിടക്കുന്ന ഐസ് കട്ടയായിട്ട് തടാകങ്ങൾ ഐസ് കട്ടയായിട്ട് കിടക്കുന്ന ആ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ പച്ചപ്പ് ഗ്രീനറി എന്ന് പറയുന്ന ജീവൻ്റെ നിറവാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഈ ഗ്രീനറിയും ഈ നല്ല ശുദ്ധവായുവും നല്ല ശുദ്ധവെള്ളം, നമ്മുടെ വെള്ളം എന്ത് നല്ല വെള്ളമാണ്. അത്രയും നല്ല വെള്ളം, ഈ ടേസ്റ്റുള്ള വെള്ളം കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഉള്ളത്തോളം ടേസ്റ്റുള്ള വെള്ളം ലോകത്തോട്ടത്തും കാണുകയില്ല. അത്രയും നല്ല മിനറൽ വാട്ടറാണ് നമുക്ക് പ്രകൃതി തന്നെ തരുന്നത്. അപ്പം ഈയിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ അടുത്തൊക്കെ താമസിച്ച് ചിലയിടത്തൊക്കെ ഇച്ചിരി കോളിഫോം ബാക്ടീരിയ ഉള്ള കൺട്രികളൊക്കെ ഉണ്ട്. അത് വളരെ അപൂർവമാണ്. എന്നാലും ഒട്ടുമിക്കാറും ഒരു 80% ആൾക്കാർക്ക് നല്ല കിണറുണ്ട്, നല്ല കുടിവെള്ളമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഈ കേരളം. ഈ കേരളം വിട്ടുപോകുന്ന ആൾക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ്. അവർ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി വളരെയധികം ബുദ്ധിമുട്ടിയാണ് സർവേ ചെയ്യുന്നത്. വളരെയധികം ജോലിയെടുത്തും കാര്യങ്ങളും ശരിയാ, കൈ കിട്ടും, ഇച്ചിരി ഡോളർ കൈ കിട്ടുമ്പോൾ അതിന് ഇച്ചിരി വാല്യൂ കൂടുതലുണ്ട്. പക്ഷേ അവരുടെ ജീവിതം തീരുകയാണ്. ആയുഷ്കാലം മുഴുവൻ പോയി കിടന്ന് ഈ പണത്തിന് വേണ്ടി കിടന്ന് കുറേ പണിയുന്നു, ജീവിതം ആസ്വദിക്കുന്നില്ല. ഇന്നലെ ഞാനൊരു ഒരു ഒരു കോട്ടയത്ത് ഒരു സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല, ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് ഞാൻ കണ്ടു. ആ ഓൾഡ് ഏജ് ഹോം ഇച്ചിരി നല്ല ഓൾഡ് ഏജ് ഹോമാണ്, ഇച്ചിരി 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള നല്ല ഓൾഡ് ഏജ് ഹോമാണ്. ആ ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന മുഴുവൻ ആൾക്കാരും വിദേശ മലയാളികളാണ്. എല്ലാവരും ഒരു 70 വയസ്സ് 80 വയസ്സ് 90 വയസ്സൊക്കെയുള്ള പ്രായം ചെന്ന ആൾക്കാരാണ്. അവരെല്ലാം വിദേശത്ത് പോയി കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും പോയി വർഷങ്ങൾ ജോലി ചെയ്ത് കുറേ സമ്പാദിച്ച് മക്കളെയും പഠിപ്പിച്ച് മക്കളെ അവിടെ വലിയ ആൾക്കാരാക്കി കഴിയുമ്പോൾ മക്കൾക്കൊന്നും ഇപ്പോൾ അവരെ നോക്കാൻ കഴിയില്ല. ഇപ്പോൾ യൂറോപ്പിലൊക്കെ താമസിക്കണ ചിലവ് കൂടുതലായതുകൊണ്ട് അവിടെ സമ്പാദിച്ച ഡോളറും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വയസ്സാങ്കാലത്ത് ഇവിടെ ചെറിയ തുകയ്ക്ക് ഇവിടെ നല്ല ഫെസിലിറ്റി കിട്ടും. അപ്പം ശരിക്കും ഒരായുസ് മുഴുവൻ വേറെ രാജ്യത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വയസ്സാങ്കാലത്ത് മക്കളുമില്ല ആരുമില്ലാത്ത രീതിയിൽ ഇവിടെ വന്ന് ഓൾഡ് ഏജ് ഹോമിൽ വന്ന് താമസിക്കുകയാണ് ഇവർ മുഴുവൻ ആൾക്കാരും. അവർ കുറേ ആൾക്കാരെ എല്ലാം ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. 90% ആൾക്കാരും കാനഡയും USA-യും UK-യിലും ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അവർക്കെല്ലാം ഓരോ രോഗങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ നേഴ്സിനെയൊക്കെ വെച്ച് എവിടെയോ ജനിച്ച് ആരാന്ന് പോലും അറിയത്തില്ലാത്ത ഒരു ഒരു പെങ്കൊച്ച് ആ പ്രായമുള്ള അച്ചായനെ അമ്മച്ചിയൊക്കെ നോക്കുന്നു. നമ്മൾ പോറ്റി വളർത്തിയ നമ്മുടെ ആയുസ്സും മജ്ജയും ജീവനും നമ്മുടെ ആ ഒരു ആയുസ്സിൻ്റെ മുഴുവൻ പണവും കൊടുത്ത് പഠിപ്പിച്ച് വലുതാക്കിയ നമ്മുടെ മക്കൾക്ക് നമ്മളെ വേണ്ട. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ട. അവർക്ക് പൈസയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടെന്നായി ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ച് ആൾക്കാർ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് കിടക്കുന്നു.
പിന്നെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുമെന്ന് അവിടുത്തെ ആൾ പറഞ്ഞു. ഓരോ ദിവസവും റിപ്പോർട്ട് കൊടുക്കാറുണ്ടെന്ന്. ഈ റിപ്പോർട്ട് കൊടുക്കുന്ന പോലെ അല്ലല്ലോ സ്വയമായിട്ട് കൂടെ താമസിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാണെങ്കിൽ. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ കേരളം, അങ്ങനെ അല്ലായിരുന്നു. എത്ര നല്ല മനോഹരമായ കേരളമായിരുന്നു. കാരണവന്മാരും ഇച്ചിരി വിചാരിക്കണം. കാരണവന്മാരുടെ ഭാഗത്തും തെറ്റുണ്ട്, കുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ട്. അതൊക്കെ മാറി നമ്മുടെ സംസ്കാരം ആകപ്പാടെ ഇടിച്ച് ഒലച്ച് നശിപ്പിച്ച് ഇന്ന് പാശ്ചാത്യ സംസ്കാരം. അല്ലെങ്കിലും നമുക്ക് ഈ സായിപ്പിൻ്റെ എല്ലാം ഏറ്റെടുക്കാൻ ഭയങ്കര വലിയ താല്പര്യമാണ്. സായിപ്പിൻ്റെ എന്തോ നല്ലതാണെന്നുള്ളത് ഒരിക്കലുമല്ല. സായിപ്പിൻ്റെ കൊക്കക്കോളയേക്കാളും എത്രയോ നല്ലത് നമ്മുടെ സോഡ നാരങ്ങ വെള്ളം. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഈ കൊക്കക്കോള കുടിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ലോകത്തറിയുന്ന കോക്ക് എന്ന് അറിയുന്ന കൊക്കക്കോള, ഞാൻ കുറ്റം പറയുകയല്ല, ആ കൊക്കക്കോളയും നമ്മുടെ നാരങ്ങാ വെള്ളം ഒരു മിൻറ്റ് ലെമൺ ടീ ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നല്ലൊരു മിൻറ്റ് ലെമൺ, ഒരു ഇച്ചിരി നമ്മുടെ ഒറിജിനൽ മുറ്റത്തുണ്ടാകുന്ന ഇച്ചിരി മിൻറ്റും ഇച്ചിരി ലെമണും കൂടെ ഇട്ട് നമ്മളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കി കുടിച്ച് അത് കുടിച്ചാൽ കിട്ടുന്ന ദാമശമനി, വയറിൻ്റെ സുഖം, അതുമെല്ലാം കൊക്കക്കോളയോ പെപ്സിയോ എല്ലാം കുടിച്ചാൽ കിട്ടുകയില്ല. അപ്പോൾ എല്ലാം നമുക്കുണ്ടായിരുന്നു. നമുക്കുള്ളതിൻ്റെ വില നമുക്കറിയില്ലായിരുന്നു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വില അറിയത്തില്ലാതെ പോയി. അതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇവിടെ സുഖമായിട്ട് ജീവിക്കേണ്ട ആൾക്കാർ പോയി മറ്റ് രാജ്യങ്ങളിൽ പോയി എന്നാ പറയുന്നത്, തോട്ടിപ്പണി ചെയ്യുകയാണ്. തോട്ടിപ്പണി കൂടുതൽ ആൾക്കാരും. പിന്നെ നല്ല ജോലിയുള്ളവരുണ്ട് കേട്ടോ, ഞാൻ അടച്ചു പറയുകയല്ല. നല്ല ജോലിയുള്ളവരുണ്ട്, നല്ല രീതിയിൽ. എന്നാലും കൂടുതൽ ആൾക്കാരും കഷ്ടപ്പെടുകയാണ്, വളരെയധികം കഷ്ടപ്പെടുകയാണ്. ചില പണത്തിന് വേണ്ടി ഡോളറിന്. പിന്നെ വയസ്സാങ്കാലമാകുമ്പോൾ ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കഷ്ടപ്പെട്ട് ഈ പൈസ എല്ലാം ഉണ്ടാക്കുന്നത്. അതൊന്നുമല്ല ജീവിതമെന്ന് ഞാനും പഠിച്ചു. കുറേ പണം ഉണ്ടാക്കുന്നതുകൊണ്ടോ കുറേ ഓടുന്നതുകൊണ്ടോ ഒന്നുമല്ല ജീവിതം. പണം ഉണ്ടാക്കണം, വേണ്ടെന്നല്ല പണത്തിന് പണം തന്നെ വേണം. നമുക്ക് 1 രൂപയുടെ വില 1 രൂപയ്ക്കുണ്ട്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് മാത്രമായിട്ട് ആസ്വദിക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പുതിയ തലമുറ പിള്ളേരെ എനിക്കിഷ്ടമാണ്. അവർ കിട്ടുന്ന പൈസ കൊണ്ട് എൻ്റെ കടയിലൊക്കെ ജോലി ചെയ്ത് പിള്ളേരൊക്കെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേന് ഇവരെ കാണത്തില്ല. ഒരാഴ്ചത്തേന് ഇവർ ബൈക്കൊക്കെ എടുത്ത് ടൂറും എല്ലാം നടന്ന് കൂട്ടുകാരും എല്ലാം കൂടി എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് കഴിഞ്ഞാൽ പൈസ എല്ലാം തീർന്നു കഴിയുമ്പോഴാണ് വരുന്നത്. അത്രയും വേണമെന്ന് ഞാൻ പറയല. വീക്കെൻഡിൽ ഒരു ദിവസമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. ബാക്കി 7 ദിവസം ജോലി എടുത്തിട്ട്, യൂറോപ്പിലുള്ള സായിപ്പന്മാരൊക്കെ അങ്ങനെയാണ്, 7 ദിവസം ജോലി എടുക്കുക, അല്ലെങ്കിൽ 6 മാസം അടുപ്പിച്ച് ജോലി എടുത്തിട്ട് 1-2 മാസം അവർ ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നാണേലും നമ്മുടെ കേരളത്തിൻ്റെ ആ ഭംഗി, ആ പച്ചപ്പും, ആ റബ്ബർ മരങ്ങൾ നിൽക്കുന്നതും, ആ കാട്ടുമരങ്ങൾ നിൽക്കുന്നതും, റോഡ് സൈഡും, ആ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കടകളും എന്ന് വേണ്ട നമ്മുടെ പ്രകൃതി രമണീയമായ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ കുട്ടിക്കാനത്തിന് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആസ്വദിക്കുക. നമുക്ക് ഇച്ചിരി മ്യൂസിക്കിൻ്റെ സഹായത്തോടുകൂടി ആ വീഡിയോ അങ്ങ് ആസ്വദിച്ചേക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞ് കാട് കയറുന്നില്ല. ഞാൻ പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല കേട്ടോ. നമുക്കുള്ള നമ്മുടെ സംസ്ഥാനത്തിന് വന്നിരിക്കുന്ന ഒരു എന്നാ പറയുന്നത്, പ്രായപൂർത്തിയായ അല്ല നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെല്ലാം ഇവിടുന്ന് പോയതിൻ്റെ ഒരു പ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അവർ പോയത് ഇവിടെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ ഉണ്ട്, ഇവിടെ വേണ്ടവർക്കൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാലും നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കേരളം വളരെ മനോഹരമായ ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് പകരം വെക്കാൻ വേറൊരു സംസ്ഥാനവുമില്ല. അപ്പം അത്രയും നല്ല സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന ഒരു ഇന്ത്യക്കാരൻ അന്യ സായിപ്പിൻ്റെ സ്ഥലത്ത് പോയി കിടന്ന് അവൻ്റെ ആട്ടും തുപ്പും കേട്ട് അവനിപ്പോൾ വിസ തരും, അവനെ ഇപ്പോൾ ഇറക്കി വിടും. കഴിഞ്ഞ ദിവസം കണ്ടില്ല, അമേരിക്കയ്ക്ക് പോയി ജോലി എടുത്തിട്ട് അമേരിക്കയിൽ നിന്ന് കാലിനും കൈക്കും കയ്യാമം വെച്ച ആൾക്കാരെ കൊണ്ടുവന്ന്, നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പ്ലെയിനിൽ ഇറക്കി വിട്ടത് നമ്മൾ കണ്ടല്ലോ. നമ്മുടെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം നിയമാനുസൃതമല്ലാതെ പോയിരിക്കുന്ന ആൾക്കാരാണ്. നിയമം തെറ്റിച്ച് നമ്മുടെ രാജ്യത്ത് ഒരാൾ വന്നാൽ നമുക്കത് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നമ്മളും അങ്ങനെ അവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആ രാജ്യക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം അങ്ങനെ നമ്മൾ നിയമം അനുസരിച്ച് പോവുക. അങ്ങനെ പോകുന്നവർ നിയമമില്ലാതെ വല്ലവരും പറയുന്ന ടൂറിസ്റ്റ് വിസയിലൊക്കെ കയറിപ്പോയി അവിടെ പോയി മർജിൻ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാട് കയറുന്നില്ല. നമുക്ക് കുറച്ച് മ്യൂസിക് ഇട്ട് ഈ വീഡിയോ കണ്ട് ആസ്വദിക്കാം. Remix DJ Saturn.
जाते हैं आपके दो
में दिल मदहोश है रे बड़े आंख कहीं रे बड़े पाँव कहीं मदहोशी में होश है आप है मेरे सामने अरे मुझको थाम लो जरा रे बड़े आंख कहीं रे बड़े पाँव कहीं अरे कितने रंग आते जाते हैं आपके दो रुखसारों पर हर एक अदा मासूम है हर एक अदा मेहरबानियां मेहरबानियां अजी मेहरबानियां बड़ी मेहरबानियां मेहरबानियां
മാർച്ച് മാസം കണ്ടോ? മാർച്ച് മാസം 15-ാം തീയതി പെയ്യുന്ന മഴ കണ്ടോ? എന്തൊരു രസമാണ്. ഇത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ മാർച്ച് മാസത്തിലും നല്ല രാവിലെ നല്ല മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അത് വേറെ എവിടെയെങ്കിലും ചെന്നാൽ കിട്ടുമോ? ഈ വേനൽക്കാലത്ത് മഴയില്ല ചൂടാന്ന് പറയുന്നവർക്ക് ഇതാണ്ട് നല്ല സുന്ദരമായ മഴ പെയ്ത് പ്രകൃതി തണുത്തിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.